കഴിഞ്ഞ തവണ കണ്ടതിൽ ക്ഷീണിച്ചല്ലോ. എന്താ ഒന്നും കഴിക്കുന്നില്ലേ? കേട്ടില്ലേ, കാണുന്നവർക്കെല്ലാം ഒറ്റ നോട്ടത്തിൽ മനസ്സിലായി തുടങ്ങി. ബ്ലഡ് പരിശോധിക്കാൻ കൊടുത്തിരുന്നോ? 2 മണിക്കൂറിനുള്ളിൽ റിസൾട്ട് കിട്ടും. അത് ഡോക്ടറെ കാണിച്ചിട്ട് അങ്ങ് പോയാ മതി. മാഷേ, ഇങ്ങനെ എല്ലാ മാസവും വന്ന് ചെക്കപ്പ് നടത്തി പോകാൻ മാത്രം എനിക്കൊന്നുമില്ല മാഷേ. അത് ഡോക്ടറല്ലേ പറയേണ്ടത്. അവരെന്ത് പറയാനാ? ശരീരത്തെ കുറവുകളും ദോഷങ്ങളും അല്ലേ അവർക്കറിയൂ. ശരിക്കും അതുണ്ടാക്കുന്നത് മനസ്സാണെന്ന് അവർക്കറിയോ? ഇല്ലല്ലോ. എന്നാ പിന്നെ അതിനുള്ളൊരു ഡോക്ടറെയും കാണാം. എന്താ? ഞാൻ തമാശ പറഞ്ഞതല്ല. ചില സങ്കടങ്ങൾ എത്ര അടുപ്പമുള്ളവരാണെങ്കിലും കുടുംബക്കാരോടോ സ്വന്തക്കാരോടോ പറഞ്ഞാൽ തീരില്ല. അതിന് അത്തരം കാര്യങ്ങൾ കേട്ട് ചിലിച്ച ഡോക്ടർമാർ തന്നെ വേണം. നിനക്കൊരു കൗൺസിലിംഗ് വേണമെങ്കിൽ നമുക്കതിന് ഏർപ്പാടാക്കാം. അതെനിക്ക് വേണം മാഷേ. ഇപ്പോഴത്തെ സങ്കടം അവസാനിക്കാൻ മനസ്സിനൊരു കൗൺസിലിംഗ് വേണം. അതിന് പക്ഷേ ഡോക്ടർ വേണ്ട. മാസത്തിൽ 1-2 തവണ എന്നെ ഇവിടെ കൊണ്ടുവന്ന് ചികിത്സിക്കുന്നത് പോലെ എന്നെ അവൻ്റെ അടുത്തേക്കൊന്ന് കൊണ്ടുപോ മാഷേ. എനിക്ക് വേണ്ട ശരിയായ ചികിത്സ അതാണ്. എന്നോടിപ്പോൾ നീ ഇങ്ങനെ പറയും. അവിടെ എത്തി അവനെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഒരാഴ്ച എൻ്റെ സങ്കടവും പറഞ്ഞു കിടക്കും. ചിലപ്പോഴൊക്കെ കരയുന്നതൊരു ചികിത്സയാണ് മാഷേ. മാഷി ശങ്കരനാരായണ സാറിനൊന്ന് വിളിക്കേ. നമുക്ക് തിരിച്ചു പോകുന്ന വഴി വിക്രമിനൊന്ന് കാണാനുള്ള സൗകര്യം ഉണ്ടാക്കണമെന്ന് പറ. 2 ദിവസം മുമ്പ് ഞാൻ പോയി കണ്ടതല്ലേ ഉള്ളൂ. അവിടെയും ചില ചിട്ടക്രമങ്ങളില്ലേ കമല? സ്വന്തം അമ്മയ്ക്ക് മകനെ ഒന്ന് കാണണമെന്നല്ലേ ഉള്ളൂ മാഷേ. അതത്ര വലിയ നിയമലംഘനമൊന്നും അല്ലല്ലോ. പ്ലീസ് മാഷേ, അവനെ ഒന്ന് കണ്ടാ മതി. എനിക്ക് എന്റെ പാതി അസുഖം അപ്പോഴേ മാറും. പ്ലീസ് ഒന്ന് വിളിക്കും മാഷേ. ശരി. ഹലോ. മാഷേ, എന്തുണ്ട്? ഞാനിപ്പോൾ ആശുപത്രിയിൽ നിന്നാണ് വിളിക്കുന്നത്. അയ്യോ, എന്തു പറ്റി? ഏയ്, പ്രശ്നമൊന്നുമില്ല. കമലയ്ക്ക് ഒരു റുട്ടീൻ ചെക്കപ്പിന് വന്നതാ. അപ്പോ അവൾക്ക് വിക്രമനെ കാണണമെന്നൊരാഗ്രഹം. ഇപ്പോഴും? അതെ, 2 ദിവസം മുമ്പ് ഞാൻ ചെന്ന് കണ്ടതേ ഉള്ളൂ. ഒരാഴ്ചക്കുള്ളിൽ വീണ്ടും സന്ദർശനം അനുവദിക്കുമെന്ന. ബുദ്ധിമുട്ടാണ്. എന്നാലും മാഷ് ചെന്നോളൂ. ഞാൻ ജയിലർ ആൻഡ്രൂസിനെ വിളിച്ച് പറഞ്ഞോളാം. ഓ, വളരെ ഉപകാരം. വിക്രമനോട് എൻ്റെ അന്വേഷണം പറയൂ. അടുത്ത ഹിയറിങ്ങിന് മുമ്പ് ഞാൻ വിക്രമനെ ചെന്ന് കാണുന്നുണ്ട്. പറയാം. എന്നാ ശരി. ശരി മാഷേ. 1 മിനിറ്റ്. ഹലോ, എന്താ മാഷേ? വേദയെപ്പറ്റി എന്തെങ്കിലും? ശരി മാഷേ, ഞാൻ വിളിച്ച് പറഞ്ഞേക്കാം. ഒരുപാട് സർപ്രൈസുകളുമായിട്ടാണ് അവൾ പ്രത്യക്ഷപ്പെടാനിരിക്കുന്നതെന്ന് അറിയാം. അതിനു മുമ്പ് ഞാൻ അവളെ കണ്ടെത്തിയ പോരെ? വരുന്നുണ്ട് ഞാൻ പണിക്കത്ത് വീട്ടിലേക്ക് ഒരിക്കൽ കൂടി. അന്ന് നിങ്ങളുടെ മകളും എൻ്റെ കൂടെ ഉണ്ടാവും. ഒന്നുകിൽ ജീവനോടെ, ഫ്രീസറിൽ അടക്കിയിട്ടാണെങ്കിൽ അങ്ങനെ. എന്തായി? തിരിച്ചു പോകുന്ന വഴി കയറി കണ്ടോളാൻ പറഞ്ഞു.
കമല, നമ്മുടെ സന്തോഷത്തിനും ആശ്വാസത്തിനുമായി ഇടയ്ക്ക് അവനെ ചെന്ന് കാണാനെങ്കിലും നമുക്ക് കഴിയുന്നുണ്ടല്ലോ. പക്ഷേ ശങ്കരനാരായണ സാറിന്റെ കാര്യം ആലോചിച്ചിട്ടുണ്ടോ? വേദ എവിടെയാണെന്ന് പോലും ഇത്രയും കാലമായിട്ടും അറിയാതെ. ആലോചിക്കാതെയല്ല മാഷെ, ആ കുട്ടിയെക്കുറിച്ച് ആലോചിക്കാത്ത ഒരു ദിവസം പോലും എന്റെ ജീവിതത്തിൽ കടന്നു പോയിട്ടില്ല. പണ്ടത്തേതിൽ മാറി എല്ലാവരും ഒരുമിച്ച് കൂടെ നിൽക്കാനുള്ളപ്പോ വേദ എന്തിനാ ഇത് ചെയ്തതെന്ന് എനിക്കറിയില്ല മാഷെ. കാലം അതിന് ഉത്തരം തരുമായിരിക്കും. സർ, ആ വിക്രമിന്റെ അച്ഛനും അമ്മയും കൂടെ കാണാൻ വന്നിട്ടുണ്ട്. അതിന് സർ, വിസിറ്റേഴ്സിന് അലോ ചെയ്യുന്ന സമയമല്ല ഇത്. ഓ, ബാക്കി എല്ലാ കാര്യത്തിനും താൻ നിയമം കൃത്യമായി പാലിക്കുന്നുണ്ടല്ലോ അല്ലേ? എടോ, നിയമം നമ്മൾ നടപ്പിലാക്കണം. പക്ഷെ അതിന് മാനുഷികത എന്ന പരിഗണന കൂടി വേണം. വിളിച്ച് കാണിക്കടോ. ശരി സാർ. കരയല്ലേ? അമ്മേ, അമ്മേ, ആ കണ്ണ് തുടയ്ക്ക്. ഇങ്ങനെ നിന്ന് കരഞ്ഞ എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റാതാവും. അതെ, നിന്നോട് സുഖാണോന്ന് പോലും ചോദിക്കാൻ പറ്റണ്ടായല്ലോടാ. എനിക്ക് അസുഖമൊന്നുമില്ലല്ലോ അമ്മേ. അങ്ങനെ കരുതിയ പോരെ. അമ്മ ആരോഗ്യം നോക്കണം. കൃത്യസമയത്ത് മരുന്ന് കഴിക്കാൻ ശ്രദ്ധിക്കുന്നില്ലെന്ന് കഴിഞ്ഞ തവണ വന്നപ്പോൾ അച്ഛൻ പറഞ്ഞു. അങ്ങനെ എല്ലാം ഒന്നും അവസാനിച്ചിട്ടില്ല അമ്മേ. നമ്മളെല്ലാരും കൂടി ഒരുമിച്ച് ജീവിക്കുന്നൊരു ദിവസം വരും. അതുറപ്പാ. കണ്ടില്ലേ, അവന് പോലും അത് ഉറപ്പുണ്ട്. പിന്നെ നീ ഇങ്ങനെ തളർന്നാലോ കമല? എന്നെക്കുറിച്ച് ഓർത്ത് അമ്മ വിഷമിക്കണ്ട. എന്റെ മനസാക്ഷിയുടെ കോടതിയിൽ ഞാൻ തെറ്റുകാരനല്ല. ഞാനായിട്ട് ആരെയും കൊന്നിട്ടില്ല. സത്യത്തിൽ എല്ലാരും കൂടി ഞങ്ങളെ കൊല്ലാനാ നോക്കിയത്. പക്ഷെ കോടതിയിൽ അത് തിരിച്ചായി പോയിന്ന് മാത്രം. കൃത്യമായ തെളിവുകളോടെ അവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്നായിരുന്നു എന്റെ ആഗ്രഹം. പക്ഷെ അത് ഇങ്ങനെയായിപ്പോയി. നീ ധൈര്യമായിട്ടിരിക്കും വിക്രം. സത്യം പുറത്തറിയാനും തെറ്റുകാർ ശിക്ഷിക്കപ്പെടാനും ഒരുപക്ഷെ സമയമെടുക്കുമായിരിക്കും. പക്ഷേ അതൊരിക്കലും സംഭവിക്കാതിരിക്കില്ല. അത് കാണാൻ ഞാനുണ്ടാവൂന്ന് മാത്രമേ എനിക്ക് സംശയമുള്ളൂ. എന്താ അമ്മ ഇങ്ങനെ? അമ്മ ഇങ്ങനെയായ എന്ത് ധൈര്യത്തിലാണ് ഞാനിവിടെ കഴിയ? ഞാൻ ചില കാര്യങ്ങള് അച്ഛനോട് പറഞ്ഞ് ഏൽപ്പിച്ചിട്ടുണ്ട്. അത് മോൻ ചെയ്യണം. മതി, നിർത്തുന്നുണ്ടോ കമല? ഇപ്പൊ തന്നെ അവൻ ആവശ്യത്തിന് വിഷമിക്കുന്നുണ്ട്. ഇനി നമ്മൾ കൂടി അവനെ കൂടുതൽ വിഷമിപ്പിക്കണം. വേദയുടെ അച്ഛൻ വീണ്ടും ഒരു അപ്പീൽ കൂടി പോകുന്നുണ്ട്. എന്തായാലും ഒരുപാട് കാലമൊന്നും ഇനി കിടക്കേണ്ടി വരില്ല. അങ്ങനെ വിശ്വസിക്കേ. ഇപ്പൊ ഞാനും അങ്ങനെ തന്നെയാണ് വിശ്വസിക്കുന്നത് അച്ഛാ.
ഒരുപാട് കാലമൊന്നും ഞാൻ ഇതിനകത്ത് കഴിയില്ലമ്മേ. അമ്മ ധൈര്യമായിട്ടിരുന്നോ. വേദിയെക്കുറിച്ച് ഒരു വിവരം ഇല്ലാത്തതുകൊണ്ടാ എന്റെ മനസ്സ് കൈവിട്ടു പോകുന്നത് വിക്രം. അവൾ എന്തിനിങ്ങനെ കാണാൻ മറയത്ത് നിൽക്കുന്നത്? അമ്മ നോക്കിക്കോ, ഞാൻ പുറത്തിറങ്ങുന്ന ദിവസം അവള് തിരിച്ചു വരും. എന്റെ കൂടെ ജീവിക്കാനുള്ള കൊതി കൊണ്ട് അവളിപ്പോ ഒളിച്ചിരിക്കുന്നത്. ശ്രീകാന്ത് എല്ലാ കാലത്തും ലക്ഷ്യം വെച്ചത് അവളെയായിരുന്നു. അയാളിൽ നിന്ന് രക്ഷപ്പെടാനാ അവൾ ഒളിച്ചു പോയത്. ഞാൻ പുറത്തിറങ്ങുന്ന ദിവസം അവള് മടങ്ങിയെത്തും, എനിക്ക് ഉറപ്പാ. എനിക്ക് അവളെ കുറിച്ച് ഓർക്കുമ്പോ വല്ലാത്ത ആദ്യ മോനെ. എന്തൊക്കെയോ ദുഷ്ചിന്തകളാ മനസ്സില്. ആരൊക്കെയോ എന്തൊക്കെയോ അവൾക്കെതിരെ ഒരുക്കൂട്ടുന്നുണ്ടെന്നൊരു തോന്നല്. അങ്ങനെയൊന്നും സംഭവിക്കില്ലെന്ന് സമാധാനിക്കുക കമല. കമല, അമ്മേ, അമ്മേ, കമല. അച്ഛാ, അമ്മയെ കൊണ്ട് പൊയ്ക്കോ. ഇവിടെ ഇങ്ങനെ നിന്നാ അമ്മയ്ക്ക് അസുഖം കൂടെ ഉള്ളൂ. ഇല്ല, എനിക്ക് കുഴപ്പമൊന്നുമില്ല മോനെ. നീ അതിനെപ്പറ്റി ഓർത്തൊന്നും വിഷമിക്കണ്ട. ഒരു പക്ഷേ നീ പറയണതായിരിക്കും ശരി. നീ പുറത്തിറങ്ങുന്ന ദിവസം അവളും മറയത്ത് നിന്ന് വരുമായിരിക്കും. ഞാൻ ശങ്കരനാരായണ സാറിനോട് ഇതേപ്പറ്റി സംസാരിച്ചിരുന്നു. എന്തിനാണ് ഇങ്ങനെ അവൾ മാറി നിൽക്കുന്നതെന്ന് ആൾക്കും ഒരു പിടിയില്ല. പക്ഷേ ഒരു കാര്യം എന്നോട് സാർ ഉറപ്പിച്ചു പറഞ്ഞു. ഇതുവരെയും അവളെ തേടി നടക്കുന്ന ആർക്കും അവളെ കിട്ടിയിട്ടില്ല. അപാരമായ മനസ്സുറപ്പുള്ള പെണ്ണാച്ച വേദ. അങ്ങനെ എളുപ്പത്തിൽ അവളെ പരാജയപ്പെടുത്താൻ പറ്റില്ല. ഒരുപക്ഷെ എല്ലാം കലങ്ങി തെളിയാൻ എന്താ വേണ്ടെന്ന് അവളും ആലോചിക്കുന്നുണ്ടാവും. അതിനുള്ള വഴികളുമായിട്ട് അവളെത്തും. അച്ഛൻ നോക്കിക്കോ. മതി മതി, സമയം കഴിഞ്ഞു. പൊയ്ക്കോളൂ അച്ഛ. അമ്മേ, അടുത്ത തവണ എന്നെ കാണാൻ വരുമ്പോ ചിരിക്കുന്ന മുഖത്തോടെ വരണം. നിങ്ങൾ മടങ്ങിപ്പോയ ഓർത്തിരിക്കാൻ എനിക്ക് ആ മുഖം മതി. അമ്മ മരുന്ന് മുടക്കരുത്. അച്ഛൻ പറയുന്ന പോലെ സമയത്തിന് ഭക്ഷണവും മരുന്നും ഒക്കെ കഴിക്കണം. അധികം വൈകാതെ നമ്മൾ ഒരുമിക്കും, ഉറപ്പ്. ശരി ശരി. കമല, അമ്മേ, വെള്ളം, കുറച്ച് വെള്ളം. അമ്മേ, വെള്ളം ദാഹിക്കുന്നു. വെള്ളം, വെള്ളം. അമ്മേ, കുറച്ച് വെള്ളം വേണം. വെള്ളം. എന്താ വേണ്ടത്? അമ്മ ഇവിടെ ഉണ്ടായിരുന്നല്ലോ. എന്താ വേണ്ടേ? ഇത്തിരി വെള്ളം. ഓ, ഞാൻ എടുത്തുതരാം.
എടുക്കണ്ട, കിടന്നോളൂ. എന്താ പേര്? വേദ. ഞാൻ അറിയാം, അമ്മ എന്നോട് പറഞ്ഞിട്ടുണ്ട്. സ്ട്രെയിൻ എടുക്കണ്ട, കിടന്നോളൂ കേട്ടോ. ए बहन, इधर देखो. तू मलयाली? बोल. പെങ്ങളെ, ഇങ്ങനെ ഒരാൾ ഇവിടെ കണ്ടിട്ടുണ്ടോ? പറ, ഇവരെ കണ്ടിട്ടുണ്ടോ? നിങ്ങൾ ആരാ? ആദ്യം ചോദിച്ചതിന് ഉത്തരം പറ. ഈ സമയത്ത് ഒരു ആശുപത്രി കയറി വന്ന് ആരെയെങ്കിലും പറ്റി ചോദിക്കണമെങ്കിൽ നിങ്ങൾ ആരാന്നറിയണ്ടേ ആദ്യം? അപ്പ അവള് ഇവിടെ തന്നെ ഉണ്ടല്ലേ? ഞങ്ങളൊന്ന് അന്വേഷിക്കാൻ ഏൽപ്പിച്ചിട്ട് വന്നതാണ്. സിസ്റ്റർ, സെക്യൂരിറ്റിയെ വിളിക്കൂ. എന്തിന്? ഞങ്ങൾ വിസിറ്റേഴ്സ് ആണ്. അതിനിത് വിസിറ്റിംഗ് ടൈം അല്ലല്ലോ. എന്താ പ്രശ്നം? ഇവർ ഈ സമയത്ത് ഇവിടെ കയറി വന്ന് ഏതോ രോഗികളെ പറ്റിയൊക്കെ ചോദിക്കുന്നു. തട്ടിക്കൊണ്ടു പോകാനാണോ എന്ന് എനിക്ക് നല്ല സംശയമുണ്ട്. അയ്യോ അല്ല, നിങ്ങൾ തരുൺ ദബാങ് എന്ന് ചെല്ലപ്പേരിട്ട് വിളിക്കുന്ന ഒരു DCP അറിയോ? അറിയോ? ആ DCPയുടെ അമ്മയാണ് ഞാൻ. നിങ്ങളെപ്പോലെ ഒരുപാട് പേര് ഞാൻ കണ്ടിട്ടുണ്ട്. സിസ്റ്ററെ, സമയം കളയാതെ സെക്യൂരിറ്റിയെ വിളിക്കേ. സെക്യൂരിറ്റി, ഞങ്ങളൊന്ന് അന്വേഷിക്കാൻ ഏൽപ്പിച്ചിട്ട് വന്നതാ, വേറെ ഉദ്ദേശമൊന്നുമില്ല. അതെ, നമുക്ക് പോലീസ് വന്നിട്ട് തീരുമാനിക്കാം. അങ്ങനെ അങ്ങ് പോവാം. സെക്യൂരിറ്റി, എന്താ? മോളിലോട്ട് പോ. ओए सुन, इन लोग यहाँ से एक पेशेंट को किडनैप करना चाहते हैं. बस. लड़की हट जाओ. सिक्योरिटी, सिक्योरिटी. अरे सुन, अरे रुक. അവരൊക്കെ ഓടിപ്പോയി. അല്ല, ആരാ അവര്? മോളെ, ആരാ ഇവരൊക്കെ? പറ, ഇവരെന്തിനാ നിന്നെ അന്വേഷിക്കുന്നേ? സത്യമാണോ ഞാനും കേൾക്കുന്നൊക്കെ? ജീവനും കൈ പിടിച്ച് ഇത്രയും ദൂരേക്ക് ഓടിപ്പോന്ന ഞാൻ കളവ് പറയുമെന്ന് തോന്നുന്നുണ്ടോ? അതോ സ്വന്തം സഹോദരൻ ഇങ്ങനെയൊക്കെ ചെയ്യുമെന്ന് പറയുമ്പോ? മോളെ, തരുൺ രാവിലെ വരട്ടെ, ഞാൻ അവനോട് സംസാരിക്കാം. അതെ, പിടിക്കാൻ നോക്കിയ സെക്യൂരിറ്റിയെ പറ്റിച്ചോടാൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ടാവും. പക്ഷെ ദബാങ്കിനെ പറ്റിക്കാൻ അവർക്കാവൂല, അത് ഉറപ്പാ. സോഷ്യൽ മീഡിയയിൽ മുഴുവൻ അങ്ങനെ കേട്ട് ആ പേരെ നാവില് വരും. അതാ. വേണ്ട, ഞാൻ ആരാണെന്നും എന്താണെന്നും ഇനി പുറത്ത് ആരും അറിയാതിരിക്കുന്നതാ നല്ലത്. മോളൊന്നും കൊണ്ട് പേടിക്കണ്ട. അവൻ ഇങ്ങനെയുള്ള ആൾക്കാരെയൊക്കെ ഡീൽ ചെയ്ത് നല്ല പരിചയമാണ്. വേണ്ടമ്മേ, പോലീസും നിയമവും മതിയായിരുന്നെങ്കിൽ ഞാൻ നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് വരുമായിരുന്നു. എന്റെ കുടുംബവും എന്റെ ഭർത്താവിന്റെ കുടുംബവും എന്തിനും എന്നോടൊപ്പം നിൽക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. എന്നിട്ടും ഇങ്ങനെ ഒരു വഴി സ്വീകരിച്ച എന്തിനാന്ന് എനിക്ക് മനസ്സിലാവാത്ത. എന്റെ ഫ്രണ്ട് ശ്രേയയും ഇതേ ചോദ്യം തന്നെ ചോദിച്ചിട്ടുണ്ട്. ശ്രീകാന്ത് എന്ന ആ വിഷജീവിക്കെതിരെ കേസ് കൊടുത്ത് ജയിലിലടയ്ക്കാമായിരുന്നില്ലേന്ന്.
ഞാനും വിക്രവും ആഗ്രഹിച്ചതും അതായിരുന്നു. പക്ഷെ അവസാനം സംഭവിച്ചത് എന്താ? ഒരേ ഒരു സാക്ഷിയായിരുന്ന അനിയൻകുട്ടനെ അവരില്ലാതാക്കി. ആ കുറ്റവും ചന്ദ്രശേഖരൻ അങ്കിൾ കൊല്ലപ്പെട്ട കുറ്റവും വിക്രമിന്റെ തലയിലായി. പകയ്ക്കും പ്രതികാരത്തിന് ഒരു അവതാരം ഉണ്ടെങ്കിൽ അതെന്റെ ചേട്ടൻ ശ്രീകാന്താണ്. കൊല്ലാൻ തീരുമാനിച്ചാൽ അയാൾ കൊല്ലും. അതിനയാൾക്ക് നിരവധി മാർഗങ്ങളുണ്ട്. എനിക്കെന്റെ കുഞ്ഞിനെ രക്ഷിച്ചേ മതിയാവൂ. ആ കുഞ്ഞ് ഈ ലോകത്ത് ജീവിച്ചിരിക്കുന്ന വിവരം കുറച്ചു കാലത്തേക്കെങ്കിലും ആരും അറിയരുത്. അത്രയും മതി എനിക്ക്. ബാക്കി എന്ത് വേണമെന്ന് ഞാൻ തീരുമാനിച്ചു വെച്ചിട്ടുണ്ട്. ഈ കുഞ്ഞിന്റെ ജീവൻ ഉറപ്പാക്കിയിട്ട് വേണം എനിക്ക് തുടങ്ങാൻ. ഇതുവരെ അനുഭവിച്ചതിനെല്ലാം എനിക്ക് എണ്ണി എണ്ണി പകരം ചോദിക്കാൻ. ഇനിയിപ്പോ എന്ത് കേട്ടാലും മോൾ ഈ മുറിയിൽ നിന്ന് പുറത്തിറങ്ങണ്ട. എന്തായാലും മോള് ഡൽഹിയിൽ എത്തിയിട്ടുണ്ടെന്ന് അവരറിഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ഇത് ഗർഭിണിയാണെന്നും അറിഞ്ഞു. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു തെരച്ചില്. ഇനിയിപ്പോ അടുത്ത പ്രാവശ്യം പെണ്ണുങ്ങളെ വിട്ടായിരിക്കും തരുന്നേ. അതിനു മുമ്പ് എന്തായാലും ഈ ആശുപത്രി രേഖയിൽ നിന്ന് ഈ റിയൽ നെയിം മോള് മാറ്റിയേ പറ്റൂ.